ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫോർ ഇഡിയറ്റ്സ്. ഇന്ന് നമ്മളുള്ളത് റൂഡസൈമിലാണ്. റൂഡസൈം കാണിച്ചു തരാം. ഞങ്ങൾക്ക് കാലത്ത് ഞങ്ങൾ റെഡിയായി ഇങ്ങോട്ട് വരുന്നത് ഒട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. ഫ്രണ്ട്സിന്റെ ഫോട്ടോസ് ഞങ്ങൾ ആഡ് ചെയ്യാം. അതെ, ഉറപ്പായിട്ടും അങ്ങനൊക്കെ പറയണോ? ഞാൻ ഒട്ടിക്കിട്ടോ. അവിടെ കേബിൾ ബാൻ ഉണ്ട്. ഇനി നമ്മളെവിടേക്കാണ് പോകുന്നതെന്ന് പറയൂ. അയ്യോ വണ്ടി ഞങ്ങളെ കണ്ട അവിടെ 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 കുറെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള പ്ലേസ് ഉണ്ട്. നമുക്ക് അവിടെ പോയി ചിൽ വൈബ് പിടിക്കാം. നല്ല രസം. സൂര്യൻ സൺ കിസ്ഡ്. മറ്റേ പെണ്ണ് പറയണ സാധനം പറ. There is a lot of sun. Shooting is in sun. Work is under sun. We are also under sun. Yeah. Then sun kissing. then I love sun kissing. Yeah. Sun is kissing me. I Yeah. sun kissing. Yeah, genau. ഹായ്, നല്ല രസം അല്ലേ? ഫ്രെയിം കാണാൻ ഭയങ്കര ഒരു എസ്തെറ്റിക് പഴയ സ്ഥലം. നിങ്ങൾ വന്നിട്ടില്ല, ഞാൻ വന്നിട്ടില്ല, ഇവരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് ദൈവമേ, എന്തൊരു ചേട്ടൻ ലിയോട് പറയണെന്ന് വിചാരിച്ചു. ക്ലിയർ വാട്ടറാണ് ഗൈസ്. ചെളിയൊന്നും എന്താണ് ബ്യൂട്ടിക്ക് പറയാനുള്ളത്? സൂപ്പർ ആയിട്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഹായ് 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 ഹായ്. കണ്ടോ ഗൈസ്, ഒരു വിൻറ്റേജ് മോഡൽ. രണ്ട് ഇതൊരു ഐലൻഡ്. നോക്കി നിന്നില്ലെങ്കിൽ പടയെന്നല്ല ഇത് അടുത്ത് വിടാം. കണ്ടോ, എനിക്ക് ഇങ്ങനത്തെ കുറെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടി. Can you see that guys? വീണതിൽ വെച്ച് വീടിന്റെ മണ്ടക്കുന്ന് വീണതായിരുന്നു. അത് ഓർമ്മയില്ല, തല കറങ്ങി വീണതുകൊണ്ട്. ഇവരെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കെതിരെ നിങ്ങൾ പ്രതിഷേധിക്കണം. നിങ്ങൾ പ്രതിഷേധിക്കരുത്, ഞങ്ങള് കാര്യമാണ് പറഞ്ഞത്. എനിക്കെന്താ തോന്നിയ, ഞാൻ തല കറങ്ങി. പിന്നെ ഞാൻ കണ്ണുറന്നപ്പോ അടുത്തല്ലേ, അറിഞ്ഞില്ല. തന്നോട് അങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞതായിരുന്നോ? അതെ അതെ, തീർച്ചയായിട്ടും വാ, നടക്കാം. ഇത്ര നേരം എന്നെ എടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ സൺലൈറ്റ് വരത്തല്ലേ. സൺ കിസ്സിങ് us. We are under sun. Okay? അണ്ടർ സൺ. Okay, bye sun. തലയുടെ മുകളിൽ ഇന്റർസിറ്റി പോകുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സ്ഥലം കാണിച്ചു തരാം. ആദ്യം ഞങ്ങളെ കാണിച്ചു തന്നതിന് ശേഷം ഞങ്ങൾ സ്ഥലം കാണിച്ചു. ഞങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടുള്ള സൗന്ദര്യം മതി, സ്ഥല സൗന്ദര്യം. അതെ അതെ, പ്രകൃതി ഞങ്ങളെ കണ്ടു കഴിഞ്ഞിട്ടുള്ള പ്രകൃതി ഭംഗി മതി. ഞങ്ങളൊരു ബ്യൂട്ടിഫുൾ കണ്ടോ, എന്താണ് പാർക്ക്. ഇവിടെ നിറച്ച ആൾക്കാരിങ്ങനെ ഇരുന്ന് വിറ്റാമിൻ ഡി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അവിടെ പിള്ളേര് കളിക്കുന്നുണ്ട്. മൈൻസ് ടു ഊനോ മമ്മ 3 പേരും കൂടിയാ. അപ്പൊ തന്നെ പറഞ്ഞു ഇമ്പോസ്റ്റർ കളിക്കണതിന് മുമ്പേ പറഞ്ഞു ഞാൻ ഇമ്പോസ്റ്റർ. കണ്ടോ, ഇവിടെ ഇങ്ങനെ കുറെ മരങ്ങളുണ്ട്. ഇത് ഒറിജിനൽ മരല്ലേ? ആണോ? നിങ്ങൾ വന്നപ്പോ എല്ലാം ഉണ്ടായിരുന്നോ?
എടി ഈ സാധനം നമ്മളെ ഹോസ്പിറ്റലുണ്ട്. ആ ശരിയാ, കണ്ടുക്കണ്. അന്ന് അടുക്കളതല്ലേ. ഞങ്ങൾ ആക്ച്വലി ഒരു പിക്നിക് വൈബില് ഒരു തുണിയൊക്കെ വിരിച്ച് അവിടെ ഇരിക്കണം എന്നൊക്കെയാണ് വിചാരിച്ചത്. നിങ്ങളെ കാണാല്ലേ, നിങ്ങൾ കുറച്ച് അകലെ നടന്നേ. ചേച്ചിനെ കാണാൻ പാടില്ല, ഡാറ്റൻ ഷൂട്ടാണ് നമ്മള്. അതെ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ വിരിച്ചൊക്കെ ഇട്ട് ഇരിക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷെ വിരിച്ചിട്ട് ഇരിക്കാൻ ഞങ്ങൾക്ക് തുണിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി ഉണ്ട്. ഞങ്ങൾ കുടുംബക്കാരായിട്ട് വിൽക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വരാം. കാരണം ഇത്ര നേരം ഞാൻ അതാണ് കാണിച്ചു. ഞാൻ കപ്പലണ്ടി മിഠായി ഔന്ന് കാണിച്ചു തരാം. ജർമ്മനിയിലെ കപ്പലണ്ടി മിഠായിയാണ് അടുത്തതായി നിങ്ങൾക്ക് കാഴ്ചവെക്കുന്നത്. പിന്നെ പേരെന്താന്ന് വെച്ചാല് അവള് പറഞ്ഞില്ല, അതന്നെ കപ്പലണ്ടി മിഠായിയാണത്. ഇങ്ങനെ ഒരു ഇത് ആലല്ല. പക്ഷെ എന്തായാലും ഇതാണ് നമ്മുടെ സാധനം. ഓ ഗോഡ്, സൺ ഈസ് കിസ്സിങ് അസ്. അല്ല, ശരിക്കും ഭയങ്കര അവിടെ പോയി കിടക്കാം. അവിടെ ആൾക്കാരില്ല. പക്ഷെ അതിന് മുകളിൽ പ്രേക്ഷകർക്ക്, മാന്യം പ്രേക്ഷകർക്ക് ഞങ്ങളുടെ റൂഡസ്ഹൈം വ്ളോഗിലേക്ക് സ്വാഗതം. ആൾക്കാർ വിചാരിക്കും എനിക്ക് പ്രാന്താന്ന് ഇവിടെ നിന്ന് കാണുന്നത്. പക്ഷെ ഇവിടെ ഇരിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. അതെന്താന്നറിയോ, മറ്റേ അതായത് ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിലേ സൂര്യപ്രകാശം ബാക്കിൽ നിന്നായതുകൊണ്ട് നമ്മൾ ഭയങ്കര ഡാർക്കായിരിക്കും. ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളുത്തിരിക്കും. ഗ്ലോ നോക്ക്, ഗ്ലോ. എല്ലാരും ഗ്ലോ ആയിട്ടല്ല സൂര്യൻ ഞങ്ങളെ തിളക്കി തരും. ഞങ്ങൾക്ക് അത് തട്ടിയാലോ അല്ലെങ്കിലും സൂര്യന്റെ അടിയിലെ സുന്ദരനാണല്ലോ. അല്ല, എല്ലാരും പറയുന്ന പോലെ. എന്താ അവിടെ പൂക്കൾ വെച്ചിക്കണ്? കാണിച്ചു തരാം. കണ്ടോ? അല്ല, പെട്ടെന്ന് ഞാൻ വിചാരിച്ചു എന്തോ മരിച്ചിട്ട് ചുറ്റിട്ടേക്കണെന്ന്. കണ്ടോ വലിയ ഇതൊക്കെ കണ്ടോ നിങ്ങൾ? ഞങ്ങൾ ഇരിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. സുഹൃത്തുക്കളെ, നമ്മൾ കിടന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂ. സുഹൃത്തുക്കളെ, ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ കുറെ നേരം ആ മരം ഞങ്ങൾ കാണിച്ചു തന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ മരത്തിന്റെ അതെ, ഞങ്ങൾ അതിന്റെ നേരത്ത് പോയി കിടന്നു, ഇരുന്നു, കഴിച്ചു, വർത്താനം പറഞ്ഞു, പിള്ളേരെ കളിയാക്കി. അയ്യോ, അങ്ങനെയല്ല, ഞങ്ങള് വെറുതെ ഇങ്ങനെ. അതെ, അയ്യോ, ഞങ്ങള് വെറുതെ ഡോണ്ട് സേ ദാറ്റ്. This will come in YouTube. We are people with civic sense. Guys, നിങ്ങൾ സൈനയുടെ കോൺഫിഡൻസ് കാണാനായിരുന്നു. അത് that's not relevant. That's irrelevant. ഓക്കെ, ആൾക്കാരൊന്നും കാണില്ലല്ലോ അല്ലേ, സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുമെങ്കിലും. ഇവിടെ നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതെ, ലീയുടെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു. ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ആ, ഞങ്ങളവിടെ കുറെ നേരം ഇരുന്നു, കുറെ നേരം കിടന്നു. ഇനി ഓ ഗോഡ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ കോയിൻസിഡന്റലി ഞങ്ങള് പണിയെടുക്കുന്ന സ്ഥലത്ത് ആളെ കണ്ടു. അതുകൊണ്ട് പിന്നെ എല്ലാം അവിടെ നിന്ന് കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് പുള്ളിക്കാരി കഴിഞ്ഞ വാഹനന്റെയും ഈ വാഹനന്റെയും ഫ്രൈ തന്നിട്ടില്ല. ഞാനത് പറഞ്ഞു. കംപ്ലൈന്റ് പറയാനുള്ള സൈഡാണ് അവിടെ അല്ല പറഞ്ഞോണ്ടല്ലേ പറഞ്ഞേ. തിങ്കളാഴ്ച വരാന്ന് വെച്ചപ്പോ ഇല്ല, തിങ്കളാഴ്ച വരില്ല, ഞാൻ ശനിയാഴ്ച എന്റെ പണിക്ക് പോകുന്നു പറഞ്ഞു. നമ്മളാണെങ്കിലേ വെള്ളത്തിലിറങ്ങണോ ഞാൻ ചൂണ്ടിക്കാണിക്കായിരുന്നല്ലോ. ശരിയാ, അങ്ങനെ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ സിറ്റീസ് കാണാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങൾ സിറ്റീസ് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോ ബിസ്താൻ ഗൈസ്, ഞങ്ങളങ്ങനെ റൂഡസ്ഹൈമിലെ സ്ട്രീറ്റിലോട്ടിലെത്തിയിരിക്കുകയാണ്.
നല്ല ഷോണ് ഉണ്ടോ, പൂക്ക് കണ്ടു. പൂക്കളുണ്ട് ഇവിടെ നല്ല ഭംഗിയുള്ള. ഞങ്ങൾ എങ്ങടാ പോണ്ടേന്ന് ഞങ്ങളിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുന്നു. കിളികളുടെ കണ്ടോ ചിന്തിക്കുന്നുണ്ട്. ഇതാണ് ലിയയുടെ ചിന്തിക്കൽ പോസ്. ഇതാണ് റാത്ത് ഹൗസ്. ഞാൻ അറിയാത്തവർക്ക് വേണ്ടി, ഞങ്ങൾക്കും അറിയില്ല, എന്നാലും ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഇപ്പോൾ ഏതൊക്കെയോ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ അലയുകയാണ് ഗൈസ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു കൊച്ചി ഗോവ വരുന്നില്ല. ഐ മീൻ കടകൾ ട്ടോ. അതെ, യാദൃശ്ചികം അവിടെ. കാരണം ഇവിടെ കുറച്ചും കൂടി നീറ്റാണ്. ആ, ഞങ്ങളുടെ ടോയ്ലറ്റ് എക്സ്പീരിയൻസിനെ പറ്റി രണ്ട് വാക്ക്, അതിനുശേഷം ഈ രണ്ട് വാക്ക്. അതൊക്കെ പറയാൻ പാടും ഇവിടെ. അത് പറയാണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് ഹിഗീനെ പാലിക്കാന്ന് വെച്ചിട്ടിരുന്നപ്പോ വെള്ളമില്ല ടാപ്പിൽ, പിന്നെ ടിഷ്യൂ കഴുകാൻ വേണ്ടിട്ട് നോക്കിയപ്പം വെള്ളമില്ല. അത് പോരാണ്ട് നമ്മള് സർഗീർത്ത് നോക്കിയപ്പോ അതില്ല ടോയ്ലറ്റ് പപ്പിയാറിന്റെ റോള് വെച്ചിരിക്കുന്നവ. വളരെ മോശമായത്. പൈസ മേടിച്ചെങ്കിലും ഒരു ഇതില്ലാത്ത നമുക്ക് നഷ്ടക്കച്ചവടമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ലിയ പോയപ്പോ ലിയ ബാത്റൂമിൽ അകപ്പെട്ടു. ലിയ പേടിച്ചു. ലിയയുടെ എക്സ്പീരിയൻസ് അവിടെ നിന്ന് ഇത് പറിച്ചോളട്ടെ. അകപ്പെട്ട ലിയയുടെ എക്സ്പീരിയൻസ് പറയൂ. അകപ്പെട്ട ലിയ പറയൂ. ഇവര് പറഞ്ഞത് തന്നെയാണ് ഞാൻ അനുഭവിച്ചത്. പെട്ടെന്ന് കറണ്ടൊക്കെ പോയിരുന്നു. എനിക്കറിയില്ല എന്തുണ്ടായി. കാണുന്നതാണ് നമ്മൾ പോവാൻ പോകുന്ന സ്ഥലം ഗൈസ്. എവിടെ alles gut, komm mit. ഞങ്ങളിങ്ങനെ പോവുകയാണ് ഗൈസ്. ഇവിടെ ഇപ്പൊ ലൈറ്റ് ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇരുട്ടത്തി ലൈറ്റ് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ 9 മണിയാവണം. കണ്ടോ എല്ലാ കത്തൊക്കെ നോക്കി. നമുക്ക് ഇനിയുണ്ട് സമ്മർ. കൊള്ളാം. ഇവിടെ എനിക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അതായത് ഒരു വിൻറ്റേജ് വൈബ്സ് ഉള്ള സ്ട്രീറ്റ്സ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എനിക്കറിയില്ല ഇത് എത്രത്തോളം ഈ ക്യാമറയ്ക്കകത്ത്. ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ബിയാദിനും കണ്ടു, പേടിച്ചു പോയി ഞാൻ. ഓക്കെ, അതെ കണ്ടോ, നല്ല നല്ല രസമുള്ള ലിയ ഇങ്ങനെയുള്ള ഫാൻസി റെസ്റ്റോറൻറ്റ്, വിൻറ്റേജ് റെസ്റ്റോറൻറ്റ് കണ്ട് മനസ്സ് നമുക്ക് റൂഡസൈം വരാം. നമുക്ക് ഇതാണെങ്കിൽ ഉരുളോബാണെങ്കിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ആർക്കിടെക്ചർ, ബിൽഡിംഗ്. അതായത് ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയാം, ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ലേ 6ാം ക്ലാസ്സിലൊക്കെ ഗോത്തിക് സ്റ്റൈല് ബിൽഡിങ് അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ അതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ അതന്നെ എക്സാക്ട്ലി ദാറ്റ്. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നമ്മളിതൊന്നും എൻജോയ് ചെയ്യില്ലെങ്കിൽ പോലും നമ്മൾക്ക് വരെ ഇതൊക്കെ ഭയങ്കര സൂപ്പറായിട്ട് തോന്നി. ഹലോ ഗായ്സ്, ഞങ്ങൾ അറബിയിൽ വന്നത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഭയങ്കര തിരക്കും ഭയങ്കര ചൂടുമായിരുന്നു. അതുകൊണ്ട് ഓക്കെ, ഞാൻ ഇത് ബാക്ക് ക്യാമറ ആക്കി. എൻ്റെ സുഹൃത്തുക്കളുടെ എന്റെ തൊട്ടപ്പുറത്ത് വണ്ടി ഓടിക്കണ്ട. പച്ചയായിരുന്നേ കൊച്ചിട്ട് കരഞ്ഞിട്ട് സൊയ്യേട്ടൻ തല തന്നിട്ടില്ല. അതിന് കുറച്ച് കൂടും. അതെ,
അന്ന് ഞങ്ങൾ എന്നിട്ട് ഇവിടെ എത്തി ഹൗബാനഫിലെത്തിയപ്പോ ഞങ്ങള് വീണ്ടും പെനിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് പോരാണ്ട് ഇവിടെയുള്ള മനുഷ്യന്മാർ ഞങ്ങളുടെ മുമ്പിൽ നിന്നൊരു ചേട്ടൻ ബന്ധുരുകിന്ന് അതെ ഞങ്ങള് ലിയ പറയുന്നു എടി ആളിപ്പ് ചവിടി ആളിപ്പ് സിനിമയിലെ ആൾക്കാർ ചവിടി ആളിപ്പ് മരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ലിയ. ഓക്കെ, ഇനി ഞങ്ങൾ പെനീച്ച് എന്നിട്ട് കുറച്ച് മാൻഡറ്ററി സാധനങ്ങൾ മേടിച്ചതിന് ശേഷം കാണാം. മാൻഡറ്ററി വേർഡ് ഓഫ് ദ ഡേ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങൾ അങ്ങനെ തിരിച്ച് സ്പെഷ്യൽ ടൈമിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ മേടിച്ച മാൻഡറ്ററി തിങ്ങാണിത്. ഇതാണ് എൻ്റെ സുഹൃത്തുക്കൾ, കോള മേടിച്ചുകൊണ്ടിരുന്ന സുഹൃത്തുക്കൾ. അയ്യോ, എന്തുകൊണ്ട് ട്രാമിൽ വെച്ച് വീഡിയോ എടുത്തില്ല എന്ന് വെച്ചാൽ, കാരണം ട്രാമിൽ വേറെ മലയാളികളുണ്ടായിരുന്നു. അയ്യോ, ഇപ്പൊ കൊച്ചിൻ ഇപ്പോൾ ഇവിടെ ആൾക്കാർ പന്ത് തെറ്റി കളിക്കുന്നുണ്ട്. നമുക്ക് ഒതുങ്ങി നടക്കാം. ഞങ്ങളുടെ ഇങ്ങനെ ഒരു ഹോളിങ് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. റൂഡസൈം എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ അതിമനോഹരമായ ഗ്രാമം. അതെ, നല്ല ഒരു കുഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ ഫോർട്ട് കൊച്ചി, ഗോവ, പോണ്ടിയുടെ ഒക്കെ ഒരു സാദൃശ്യമുള്ള ഒരു മനോഹരമായ ഒരു അതായിരുന്നു ഇത്. ഇതിലെ ആ കൂടി ഒരു മൈനസ് ജെയിൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ജെയിൻ ഞങ്ങളെ വിളിച്ച് പറഞ്ഞെങ്കിലും ഞങ്ങൾ മിസ് ചെയ്യുന്നു. ജെയിൻ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു ജെയിന്റെ കുറവ് ഞങ്ങള് പക്ഷേ അതുകൊണ്ട് എന്ത് നമ്മൾ അടുത്ത പ്രാവശ്യം ജെയിനെ കൊണ്ട് എന്തായാലും റൂഡ സൈഡിൽ പോയിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ റൂഡസൈം എന്ന് പറയുന്നത് ശരിക്കൊരു നമുക്കിങ്ങനെ ഒന്ന് പോയി ഇരുന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ, അതായത് എല്ലാവർക്കും പറ്റിയൊരു പ്ലേസ് ആണ്. കിഡ്സ്, കപ്പിൾസ്, ഫാമിലി എല്ലാത്തിനും പറ്റിയൊരു പെർഫെക്റ്റ് സ്പോട്ടായിരുന്നു നമ്മുടെ റൂഡസൈം. സോ ദാറ്റ് വാസ് വളരെ നല്ല സ്ഥലമായിരുന്നു. സോ ദാറ്റ് വാസ് അവർ റൂഡസൈം വ്ലോഗ്. വളരെ റൂഡസൈമിൽ എത്തിയതിന് ശേഷമാണ് ഞങ്ങളുടെ റൂഡസൈം വ്ലോഗ് തുടങ്ങിയതെങ്കിലും അതെ നിങ്ങളെയും കാണിച്ചു തരാൻ പറ്റിയതിൽ വി ആർ വെരി വെരി ഹാപ്പി. ചില പാർട്സ് ഒക്കെ മിസ്സിംഗ് ആയിരിക്കും, പക്ഷെ നിങ്ങൾ ക്ഷമിക്കാൻ. നിങ്ങൾ വളരെ വി ആർ ബിഗിനേഴ്സ്. നമ്മൾ ഇങ്ങനെയൊക്കെയാണല്ലോ പഠിച്ച് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇറക്കണ്ടേന്ന് നിങ്ങൾ പറയാം. നാളെ ജെയിനെ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്യാൻ പോണ എടുക്കാം. നാളെ അവർ ഡേ ഇൻ ലൈഫ് എടുക്കാം കേട്ടോ. our day in life, day in my life, day in our lives. Okay, day in our lives എടുക്കാം. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇനി കാണാൻ പോകുന്ന ലിയ എന്ന് പറയുന്നത് ഈ ലിയ അല്ല. നിങ്ങൾ വേറെ ലീനെ കാണുന്നതായിരിക്കും. നിങ്ങൾ വേറെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലിയനായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ അടുത്ത ദിവസം അടുത്ത വ്ലോഗുമായി വരുന്നതുവരെ അടുത്ത വരുന്നതുവരെ ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.